നമുക്ക് കോൺകാറ്റ് മാപ്പ് വെച്ചിട്ട് സീക്വൻഷ്യലായിട്ടുള്ള ഡാറ്റയുടെ റെസ്പോൺസ് എങ്ങനെ എടുക്കാമെന്ന് ജസ്റ്റ് നോക്കാം. സീക്വൻഷ്യലായിട്ട് പോകുന്ന API കോൾസിൻ്റെ റെസ്പോൺസ് അതിന് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺകാറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഈ യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഇത് ഇമ്പോർട്ട്സ് സ്റ്റാൻഡേർഡ് കമ്പോണൻ്റ് ആണ്. ഈ യൂസർ ലിസ്റ്റിനെ ഞാൻ ആപ്പ് കമ്പോണൻറ്റിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടേക്ക് HTML ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു സർവീസ് വേണം, ഫോർ API കൊണ്ടുള്ള സർവീസ് വേണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു സർവീസ് ചെയ്താണ്. സർവീസ് ഇൻജെക്റ്റബിൾ പ്രൊവൈഡിന് റൂട്ടായിട്ട് കൊടുക്കുക, ഡിക്ലെയർ ചെയ്യാം. ദെൻ നമുക്ക് ക്ലാസ്സിനെ എക്സ്പോർട്ട് ചെയ്യണം. യൂസർ ഡീറ്റെയിൽ സർവീസ് നമുക്കൊരു API URL സെറ്റപ്പ് ചെയ്യാം. നമുക്കൊരു ഡമ്മി URL വിളിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് കൺസ്ട്രക്ടർ വേണം. അതിന് HTTP ക്ലയൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഒരു മെത്തേഡ് വേണം, ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് ബൈ ID, യൂസർ ID ടൈപ്പ് നമ്പർ. പിന്നെ ഇതൊരു ഒബ്സർവബിൾ ആണ്, മീൻസ് അസിൻക്രണസ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ ഒബ്സർവബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഒബ്സർവബിൾ ആയിട്ട് ടൈപ്പ് എനി ആക്കി കൊടുക്കണം. ദെൻ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ HTTP ഏത് മെത്തേഡിൽ നിന്ന് ഗെറ്റ് പോസ്റ്റ് ആണെങ്കിൽ ഗെറ്റ് ആണെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഗെറ്റ് നമ്മുടെ ഗെറ്റാണ്. ഗെറ്റിനകത്ത് നമുക്ക് URL പിന്നെ URL കൊടുക്കണം. URL URL then user ID API URL user ID ഇങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മെത്തേഡ് നമുക്ക് നമ്മുടെ കമ്പോണന്റിൽ വിളിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സർവീസിനെ നമുക്ക് നമ്മുടെ യൂസർ ലിസ്റ്റിനകത്ത് പ്രൊവൈഡിനകത്ത് വേണം നമ്മൾ കൊടുക്കണമെങ്കിൽ പ്രൊവൈഡേഴ്സിനകത്ത് സർവീസിനെ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ നമുക്ക് നമ്മുടെ മാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ മെത്തേഡ് ഫസ്റ്റ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അറേസിൻ്റെ ഓപ്പറേറ്റർ ആണ് ഓഫ് 1 2 3 8 സോറി ദെൻ നമുക്ക് ng1 നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ഡിക്ലെയർ ചെയ്യാം. ഓഫ് then we can import RSS. Then 1 2 3 രണ്ട് നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. 3 4 ഇതിനെ മാപ്പ് ചെയ്യണം. പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്യണത്. ഫസ്റ്റ് ആണ് കോൺകാറ്റ് മാപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺകാറ്റ് മാപ്പിനകത്ത് നമുക്ക് യൂസർ ഐ ഡി ആരോ ഫംഗ്ഷൻ ഡിസ്റ്റോർട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ട് ചെയ്യണം. നമ്മുടെ സർവീസിന് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം.
ഡീറ്റെയിൽ സർവീസ്. ദെൻ നമുക്ക് ഈ സർവീസിനെ ഇവിടെ വിളിക്കാം. സർവീസ് ഡോട്ട് ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇതിനകത്തേക്ക് നമ്മൾ യൂസർ ഐ ഡി പാസ് ചെയ്ത് കൊടുക്കണം. മീൻസ് ഇവിടുന്ന് കിട്ടുന്ന ഐ ഡി നമ്മൾ ഓരോന്ന് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിന് ക്യാച്ച് ചെയ്യണം. വീണ്ടും പൈപ്പിനെ യൂസ് ചെയ്യാം. ദെൻ ക്യാച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതിനകത്ത് ആരോ ഫംഗ്ഷൻ ഫസ്റ്റിനെ കൺസോൾ ചെയ്യിപ്പിക്കാം. നമുക്ക് കൺസോൾ ഡോട്ട് എറർ റിട്ടേൺ ചെയ്യാം. ഓഫ് എറർ ആയി. ദെൻ നമുക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോ ഫംഗ്ഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ റിസൾട്ട് ആണെന്ന് കൊടുത്തിട്ട് ആരോ ഫംഗ്ഷൻ ഓപ്പൺ ബ്രേസസ്. ദെൻ നമുക്ക് കൺസോൾ ചെയ്യാം. സോ ഡോട്ട് ലോഗ് റിസൾട്ട് യൂസർ റിസൾട്ട്. ഡോട്ട് യൂസർ റെസ്പോൺസ് ഡയറക്റ്റ് ബൈൻഡ് ചെയ്യാം. നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. ഫസ്റ്റ് തന്നെ 1 2 3 4 ഒരു നമ്പേഴ്സ് നമ്മൾ ഒരു അറേ ഉണ്ടാക്കി വെച്ചിട്ട് ആ അറേത്തെ നമ്പേഴ്സിനെ നമുക്ക് ഓരോ ടൈമിൽ പാസ് ചെയ്ത് കൊടുക്കണം. യൂസർ ഐ ഡി പാസ് ചെയ്തു. ഇവിടെ നമ്മളൊരു സർവീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് URL നമ്മൾ ഒരു URL നമുക്കൊരു സെറ്റ് ചെയ്യണം. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഫേക്ക് URL JSON URL എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. REST API യുടെ നമുക്ക് URL നമുക്ക് വെബിൽ കിട്ടും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ URL ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ സേവ് ഇറ്റ് റൺ ചെയ്തിട്ടുണ്ട്. കൺസോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇൻജെക്റ്റബിൾ എറർ. ഓക്കെ, ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ HTTP ക്ലയൻറ്റ് മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല, അതിൻ്റെ ഒരു എററാണ് അടിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കമ്പോണൻറ്റിനകത്ത് HTTP ക്ലയൻറ്റ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നവർ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മിനിറ്റ്, ഇതിലിപ്പോൾ വേറെ കുറച്ച് ഡാറ്റ റെസ്പോൺസ് വരുന്നുണ്ട്. അതിൻ്റെയാണ് കമൻറ്റ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ടൈമിൽ API കോൾസിൻ്റെ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സീക്വൻഷ്യലായിട്ട് പോയിരുന്ന API കോൾസിൻ്റെ റെസ്പോൺസ് ഒക്കെ നെറ്റ്വർക്ക് കോളിൽ എടുത്ത് നോക്കാൻ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ടൈമിൽ സീക്വൻഷ്യലായിട്ട് ഡാറ്റ കോൾ പോയിരിക്കുന്നത് 1 ഒരു API കോളാണ്, 2 3 4. ഇനി നമ്മളൊരു ക്യാച്ചർ അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. ക്യാച്ചറിന് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു പാരാമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ക്യാച്ചർ കിട്ടുന്നുണ്ടോ നോക്കാം. എറർ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. കണ്ടോ, 404 അടിച്ചു. നമ്മൾ അടുത്തായിട്ട് പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന് റെസ്പോൺസ് അടിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് ഡാറ്റ നമുക്ക് ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡോട്ട് സ്റ്റാറ്റസ് വേണമെങ്കിൽ മാത്രം എടുത്തിട്ട് നമുക്കിവിടെ ബൈൻഡ് ചെയ്യാൻ കൊടുക്കാം.
കേട്ടോ. സ്റ്റാറ്റസ് മാത്രം നമുക്ക് ബൈൻഡ് ചെയ്യാം. അതാണ് ഒരു കോൺകാറ്റ് മാപ്പിന്റെ മെക്കാനിസം നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റിസൾട്ടിനെ എടുത്തിട്ട് നമുക്ക് ബൈൻഡ് ചെയ്യിപ്പിക്കാം. ഇത്രയാണ് കോൺകാറ്റ് മാപ്പിന്റെ മെയിൻ യൂസ് വരുന്നത്. മൾട്ടിപ്പിൾ സീക്വൻഷ്യലായിട്ട് പോകുന്ന ഓരോ API നമുക്ക് ഇങ്ങനെ സിംഗിൾ ഇത്ര കോഡ് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. That's it.